ഹായ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ എല്ലാവർക്കും റേഷൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി റേഷൻ കാർഡിലൊന്നും പോകണ്ട, നമുക്ക് തനിയെ ചെയ്യാൻ കഴിയും. അതിൽ ഫോണിൽ നമുക്ക് വേണ്ട 2 ആപ്ലിക്കേഷനാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ആധാർ ഫേസ് ഐ ഡി. ആധാർ ഫേസ് ഐ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ പ്ലേ സ്റ്റോർ വഴി സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ആ ആപ്ലിക്കേഷൻ ഐ ഡി നമുക്ക് വേണ്ടത് നമ്മുടെ ഫേസ് അതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ ഫോൺ വഴി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് രണ്ടാമത് ഒരു ആപ്ലിക്കേഷനും കൂടി വേണം. രണ്ടാമതൊരു ആപ്ലിക്കേഷൻ അതിനകത്താണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റും പിന്നെ നമ്മുടെ ആധാർ ഇൻഫർമേഷനും ഒക്കെ കൊടുക്കേണ്ടത്. ആ ആപ്ലിക്കേഷൻ്റെ പേര് നമ്മൾ രണ്ടാമത് സെർച്ച് ചെയ്യുക. അതിൻ്റെ പേര് മേര KYC, മേര KYC എന്നാണ്. അത് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഫസ്റ്റ് ഒരു നീല കളറിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അത് വേഗം ഇൻസ്റ്റാൾ ആവും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. മേര KYC എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് കിട്ടും. അതിനകത്ത് നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, കേരള സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ നമുക്ക് ആധാർ കാർഡിലുള്ള 12 ഡിജിറ്റ് ആധാർ നമ്പറാണ്. അത് നമ്മൾ ഫുള്ളും ആരുടെ KYC ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് മുഴുവനായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഏത് നമ്പറിലേക്കാണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിലേക്ക് ആധാറിൻ്റെ OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ ഒരു ക്യാപ്ച, മുകളിൽ എന്താണോ കാണിക്കുന്നത് ആ ലെറ്റേഴ്സ് അതുപോലെ താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ആധാറിൻ്റെ റേഷൻ കാർഡിലുണ്ടെങ്കിൽ അയാളുടെ ഇൻഫർമേഷൻ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് വരും. ഇനി അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വീഡിയോയിൽ അലോ ഓപ്ഷൻ കൊടുക്കുക, വീഡിയോ പെർമിഷൻ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആധാറിൻ്റെ ഫേസ് ഐ ഡി ആപ്പുമായിട്ട് ലിങ്ക് വരും. അതിനകത്ത് വരുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോട്ടോയാണ് അത് വെരിഫൈ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫോട്ടോ നമ്മൾ നിന്ന് കൊടുത്തിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഇമേജ് ക്യാപ്ചറായി ലോഡിങ് കാണിക്കും. അപ്പോഴത്തേക്ക് അത് ഇമേജ് ക്യാപ്ചർഡ് സക്സസ്ഫുള്ളി പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ലോഡിങ് ഓക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ കൺഫർമേഷനായിട്ടുള്ള KYC കൺഫർമേഷൻ്റെ മെസ്സേജ് വരും. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ഡേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ നമ്മുടെ അപ്ഡേഷൻ അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ റേഷൻ കടയിലോട്ട് പോയി ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല.